അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇപ്പൊ ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് ഇടിയപ്പത്തിന്റെ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml അളവ് കപ്പ്. ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വലിപ്പമുള്ള ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് വേണം മാവും വെള്ളവും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് അളന്നെടുത്തത് ആ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് യോജിച്ച് വരും. അപ്പോൾ ഇതുപോലെ ഒരു തടിത്തവി കൊണ്ട് യോജിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താലും മതി. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെക്കുക. എന്നിട്ട് കൈ വിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അപ്പൊ നമ്മൾ സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് താമസം എടുക്കും. വെള്ളം തിളപ്പിച്ച് അതിൽ മാവിൽ വെള്ളം ഒഴിച്ച്. അപ്പൊ ചിലപ്പോൾ മാവ് ലൂസായി പോകും, ചിലപ്പോൾ ഡ്രൈ ആയി പോകും. അങ്ങനെയുള്ള ഒരു കുഴപ്പവും വരില്ല ഇങ്ങനെ ചെയ്താല്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും. ഇപ്പൊ 2 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 3 മിനിറ്റ് ഒക്കെ മതി നമുക്ക് ഈ മാവ് ഒന്ന് കിണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ കടായിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല, എന്നാൽ മാവ് ഡ്രൈ ആവും. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ വെച്ചിരുന്നാലും മാവിന്റെ പുറമൊക്കെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ചൂടൊക്കെ മാറി നമുക്ക് കയ്യിൽ പിടിക്കുന്ന ചൂടേ ആയിട്ടുള്ളൂ. മാവെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഈ മാവൊന്ന് കൈവച്ച് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സേവനാഴി എടുക്കുക. ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലത്തെ ഇടിയപ്പത്തിന്റെ അച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ അച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വീതം മാവ് എടുത്ത് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. ഇപ്പൊ സേവനാഴിയില് മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇടിയപ്പ ചെമ്പില് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി തട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം വിട്ടുപോരും. അതുപോലെ തന്നെ ഈ തട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രമേ ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഓരോ കുഴികളിലും കുറച്ച് തേങ്ങ വീതം ഇട്ട് കൊടുക്കാം. ഇനി ഈ തട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പൊ വെള്ളം തിളച്ച് തട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ ആ ചൂട് തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് വിട്ടുപോരുന്നുണ്ട്. കണ്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവ് നിറച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പൊ ആ തട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ആവി അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കാം. പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയ സോയ ചങ്ക്സിന്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും നല്ല വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുക്കുന്നത്. ഏകദേശം 150 ഗ്രാം ഉണ്ടാവും. അപ്പൊ ഇത് എല്ലാവർക്കും വേവിക്കാനൊക്കെ അറിയായിരിക്കും. അറിയാത്ത ആൾക്കാരുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ ഞാൻ എന്താ ചൂടോടുകൂടെ ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വേറെ പച്ചവെള്ളം എടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതുപോലെ കൈവച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പൊ എന്നാൽ മാത്രമേ ഇതിന്റെ അകത്ത് മസാലയൊക്കെ ഇറങ്ങുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതുപോലെ പിഴിഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. കണ്ടോ? അതുപോലെ തന്നെ ഇതിന്റെ സ്മെല്ലൊക്കെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പൊ 2-3 വെള്ളം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പൊ അതിന്റെ സ്മെല്ലൊക്കെ മാറിക്കോളൂ. അപ്പൊ ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചത്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ സോയ ചങ്ക്സ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുളിപ്പില്ലാത്ത കട്ടിയുള്ള തൈരാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഒരുപാടൊന്നും ഉപ്പ് വേണ്ട. നമ്മൾ നേരത്തെ സോയ ചങ്ക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കൈവച്ച് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ കൈവച്ച് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മസാല എല്ലാത്തിലും പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ മസാല എല്ലാം ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ. അപ്പൊ മാക്സിമം ഒരു 1/2 മണിക്കൂർ വെക്കുക. സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം വെച്ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ നല്ല ഒരു നാടൻ ഫ്ലേവർ ഒക്കെ നമുക്ക് കിട്ടും. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിൽ നിന്നും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഒരുപാടൊന്നും അങ്ങ് മൊരിഞ്ഞു പോകണ്ട. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് മൊരിഞ്ഞൊന്നും പോകണ്ട. ഇനി നമുക്ക് സോയ ചങ്ക്സ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഈ ബാക്കി വരുന്ന എണ്ണ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ആ ഓയിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇത് 3 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
മീഡിയം ഫ്ലെയിം വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ഒരു ഗോൾഡൻ നിറമാകുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ സവാളയൊക്കെ ഒന്ന് വാടി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം പോയി കിട്ടണം. ഇപ്പൊ പൊടിയുടെ ഒക്കെ പച്ചമണം എന്താ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. ഇപ്പൊ 1 മിനിറ്റ് ആയപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അധികം എരിവൊന്നും ഇല്ലാത്ത 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ ദാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇടിയപ്പം എടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ അതാ കണ്ടോ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഇടിയപ്പം എല്ലാം എന്താ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അതാ കണ്ടല്ലോ, നല്ല ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല പൂ പോലെ ഇരിപ്പുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്